ഹലോ, നമസ്കാരം. നമുക്ക് രണ്ടാമത്തെ പാഠമാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശിശു വികാസത്തിൻ്റെ രണ്ടാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇനി ഒന്നോ രണ്ടോ വീഡിയോ കൂടി കാണും, കാരണം അതൊരു വലിയ പാഠമാണ്. അതിനകത്ത് കയറ്റത്തിന് ഒരുപാട് ചോദ്യങ്ങൾ വീഴുന്ന പാഠമാണ്. വീഡിയോ കുറച്ച് താമസിച്ചു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ അധികം താമസിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് ചോദ്യം: ശാരീരിക ചാലക വികാസം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീണ്ടും വായിക്കുന്നു. ശാരീരിക ചാലക വികാസം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാതറിൻ ബ്രിഡ്ജസ്, എലിസബത്ത് ഹെർലോക്ക്, നോം ചോംസ്കി, ജോൺ ഡൂയി. ഡയറക്റ്റ് ചോദ്യമാണ്, ഡയറക്റ്റ് ഉത്തരമാണ്. എലിസബത്ത് ഹെർലോക്കാണ് ഉത്തരം. എലിസബത്ത് ഹെർലോക്ക് ശാരീരിക ചാലക വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി എലിസബത്ത് ഹെർലോക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ കളിപ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പെടാത്തത്? താഴെ പറയുന്നവയിൽ കളിപ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പെടാത്തത്: എ, കളികൾ ലളിതവും സ്വാഭാവികവുമായിരിക്കണം. ബി, കളികൾ ശിശു സൗഹൃദപരമായിരിക്കണം. സി, കളികൾ സങ്കീർണവും കൃത്യവും വ്യക്തമായ നിയമങ്ങൾ പാലിക്കേണ്ടതുമായിരിക്കണം. ഡി, കളികൾ തുടർ പഠന സാധ്യത, മാനവികതയിൽ ഉള്ള ഊന്നൽ എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ, പെട്ടെന്ന് ആലോചിക്കുക, പെട്ടെന്ന് ഉത്തരം പറയുക, അല്ലെങ്കിൽ പെട്ടെന്ന് പോസ് ചെയ്യുക, പെട്ടെന്ന് ഉത്തരം പറയുക. ഏതാണ് താഴെ പറയുന്ന കളിപ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ? ഗുണങ്ങളിൽ പെടാത്തതല്ലയോ ചോദ്യം? ഗുണങ്ങളിൽ പെടാത്തതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ഗുണങ്ങളിൽ പെടാത്തത് ഏതാണ്? കളികൾ സങ്കീർണവും കൃത്യവും വ്യക്തവുമായ നിയമങ്ങൾ പാലിക്കേണ്ടതുമായിരിക്കണം. അങ്ങൊരു ഗുണം നമുക്കില്ല. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തത് നമുക്ക് നോക്കാം. താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ പേശി ചലനം വേണ്ടുന്ന പ്രവർത്തനം ഏത്? താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ പേശി ചലനം വേണ്ടുന്ന പ്രവർത്തനം ഏത്? എ, ബട്ടൺ ഇടുന്നു. ബി, സൂചിയിൽ നൂല് കോർക്കുന്നു. സി, സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നു. ഡി, വിരൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഈ സ്ഥൂലപേശി സൂക്ഷ്മപേശി പ്രവർത്തനത്തിനകത്ത് ഈ അങ്ങനെ വേർതിരിച്ച് ചില കോളങ്ങൾ കൊടുത്തിരിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സൂക്ഷ്മപേശി പ്രവർത്തനങ്ങളിനകത്താണ് അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷെ ചോദ്യം എന്താണ്? ഏറ്റവും കൂടുതൽ സൂക്ഷ്മപേശി എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസപ്പെട്ട്, അല്ലെങ്കിൽ നമുക്ക് വിരലുകളുടെ അറ്റം, അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായി ചെയ്യേണ്ട ജോലി ഏതാണ്? വളരെ വലിയ സംശയമൊന്നും വേണ്ട, സൂചിയിൽ നൂല് കോർക്കുന്നു എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം എന്താണ്? ചാലക വികാസങ്ങളിൽ ശരിയായതിനെ തിരഞ്ഞെടുക്കുക. ചാലക വികാസങ്ങളിൽ ശരിയായതിനെ തിരഞ്ഞെടുക്കുക. എനിക്ക് തോന്നുന്നത് ചാലക വികാസങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നോക്കാം. ചാലക വികാസങ്ങളിൽ ശരിയായതിനെ തിരഞ്ഞെടുക്കുക. എ, സൂക്ഷ്മ ചലനത്തിൽ നിന്ന് സ്ഥൂല ചലനത്തിലേക്ക്. ബി, സൂക്ഷ്മ പേശിയിൽ നിന്ന് സ്ഥൂല പേശിയിലേക്ക്. സി, ദ്വിപാർശ്വത്തിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക്. ഡി, എയും ബിയും ശരി. പെട്ടെന്ന് ആലോചിച്ചേ, ചാലക വികാസങ്ങളിൽ ശരിയായത് ഏതെന്ന്. പെട്ടെന്ന് അതൊരു കൺഫ്യൂഷൻ അടിപ്പിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഉത്തരം ദ്വിപാർശ്വങ്ങളിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക് എന്നുള്ളതാണ് ശരി. ഇനി ദാണ്ട ഇത് രണ്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് വന്നോ? ഇത് രണ്ടും, അല്ലെങ്കിൽ എ ബി ഡൗട്ട് വന്നോ? സൂക്ഷ്മചലനത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കല്ല, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ്. സ്ഥൂലപേശിയിൽ നിന്ന് സൂക്ഷ്മപേശിയിലേക്കാണ് പോകുന്നത്. ആദ്യം സ്ഥൂലം, അതിനുശേഷമാണ് ഇത് സൂക്ഷ്മം. ഓക്കെ, മാറിപ്പോകരുത്. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ ഓപ്ഷൻ അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അഞ്ചാമത്തെ ചോദ്യം: രവിക്ക് ഓരോ പ്രായത്തിലും ചെയ്യേണ്ട ശാരീരിക ചാലക പ്രവർത്തനങ്ങൾ ചെയ്യാൻ തൻ്റെ കൂട്ടുകാരെ അപേക്ഷിച്ച് കാലവിളംബം ഉണ്ടാകുന്നു. താഴെ പറയുന്നവയിൽ ഏതൊക്കെ കാരണങ്ങളാണ് ഈ കാലവിളംബത്തിന് കാരണം അല്ലാത്തത്?
എ ബുദ്ധിവികാസത്തിനുള്ള കുറവുകൾ, സി തടിച്ച ശരീരം, ബി തടിച്ച ശരീരം, സി സൂക്ഷ്മ ചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കുന്നത്, ഡി ഭയം. ചോദ്യം ഒന്നും കൂടി വായിച്ച് നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പൗസ് ചെയ്ത് ചോദ്യം ഒന്നും കൂടി വായിച്ച് നോക്കുക, ശേഷം ഉത്തരത്തിലേക്ക് എത്തുക. അപ്പം നമ്മളുടെ ഉത്തരം സി ആണ്. സൂക്ഷ്മ ചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കുന്നത്. അപ്പം ഇതിനകത്ത് സൂക്ഷ്മ ചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കുന്നു എന്നല്ല, സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ ചലനങ്ങൾ അഭ്യസിക്കുന്നു എന്ന് പറയുന്നത് ശരി. സൂക്ഷ്മ ചലനങ്ങൾ അഭ്യസിച്ചതിന് ശേഷം തന്നെയാണ് സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കേണ്ടത് കേട്ടോ. 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വേഗം ചോദ്യം വായിക്കുക, ഉത്തരം പറയുക. അപ്പോഴത്തേക്കും ഞാൻ വായിച്ചു പറയാം. താഴെ പറയുന്നവയിൽ ശിശുവികാരത്തിൻ്റെ സവിശേഷതകളിൽ തെറ്റായത് ക്ഷണികത, ആവൃത്തി, സംക്ഷിപ്തത, സങ്കീർണത. ക്ഷണികത, ആവൃത്തി, സംക്ഷിപ്തത, സങ്കീർണത. ഏതൊക്കെയാണ് ഇതിനകത്ത് ശിശുവികാരത്തിൻ്റെ പ്രത്യേകതകളല്ലാത്തത് പറയും. ക്ഷണികതയാണ്. ക്ഷണികത എന്ന് പറഞ്ഞാൽ ശിശുവികാരങ്ങൾ റിസായിസാണ്, അതിൻ്റെ പേരാണ് ക്ഷണികത. ആവൃത്തി, ശിശുവികാരങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരും. സംക്ഷിപ്തത എന്ന് പറഞ്ഞാൽ എന്താണ്? ശിശുവികാരങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുന്നതാണ്. അതുകൊണ്ട് സംക്ഷിപ്തതയും ശരിയാണ്. അവസാനത്തെ ഓപ്ഷൻ എന്താണ്? ഡി സങ്കീർണത. സങ്കീർണത എന്നൊരു സാധനം നമ്മൾ ശിശുവികാരത്തിൽ പഠിച്ചിട്ടില്ല. അപ്പം തെറ്റായത് ഏതാണ്? സങ്കീർണതയാണ്. നിങ്ങളെപ്പോഴും ഈ ശരി, തെറ്റ്, പെടാത്തത്, പെടുന്നത് എന്നിവ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും. അത് എപ്പോഴും ശ്രദ്ധിച്ചേക്കുക. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. സാജൻ അധ്യാപകൻ തല്ലിയതിന് സ്കൂളിലെ ബാത്റൂം പൈപ്പ് ഒടിച്ചു കളയുന്നു. കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ഏത് വികാരമാണ് സാജൻ ഇവിടെ പ്രകടിപ്പിച്ചത്? ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ DLED ടെസ്റ്റിലില്ല. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ DLED ടെസ്റ്റിലില്ല. ഓപ്ഷൻ എ ക്ഷിപ്രകോപം, ഓപ്ഷൻ ബി നിരോധിത കോപം, ഓപ്ഷൻ സി ആദേശിത കോപം, ഓപ്ഷൻ ഡി ഭയം. ഇതിനകത്ത് ക്ഷിപ്രകോപം നമ്മുടെ കയ്യിൽ ഉള്ള സാധനമാണ്, സ്കൂൾ ടെസ്റ്റിലുണ്ട്. ഏതാണ് ക്ഷിപ്രകോപം എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇമ്പൾസീവ് എന്ന് പറഞ്ഞത് ആങ്കറിനകത്ത് ഇമ്പൾസീവ് ആങ്കർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഏതാണ്? നിരോധിത കോപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻഹിബിറ്റഡ് ആങ്കർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പക്ഷെ ആദേശിത കോപം എന്ന് പറഞ്ഞൊരു സാധനം നമ്മളതിനകത്തില്ല. ഇതിൻ്റെ ശരിയായ ഉത്തരം ആദേശിത കോപമാണ്. ആദേശിത കോപം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ടെസ്റ്റിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനാൽ അത് ശ്രദ്ധിക്കുക. ആദേശിത കോപം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ നേരെ ദേഷ്യമുണ്ടായി, അപ്പോൾ ആ വ്യക്തിയുടെ നേരെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം മറ്റൊരാരെങ്കിലോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിനോടോ പ്രകടിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന ചൊല്ലുമായി ബന്ധപ്പെട്ട കോപം ഏതാണ്? ആദേശിത കോപമാണ്. എന്നാൽ അതിൻ്റെ കൂടെ പറയുന്നു ക്ഷിപ്രകോപം എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് അടിക്കുക, നിങ്ങൾ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ അടിക്കുക, നുള്ളുക, പിച്ചുക, മാന്തുക, കടിക്കുക, ഈ പരിപാടി. എന്നാൽ നിരോധിത കോപവും ഇൻഹിബിറ്റഡിനകത്ത് വരുന്ന ഏതാണ്? ഈ മുഖം കറുപ്പിക്കുക, പിന്നെ ഏതാണ്? വേദന, ദുഃഖം പ്രകടിപ്പിക്കൽ, കണ്ണ് നിറയിക്കുക, ഇതൊക്കെയാണ് ഏതാണ്? നിരോധിത കോപം. എന്നാൽ ആദേശിത കോപം വേറെയാണ്. ഓക്കെ, 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 8ാമത്തെ ചോദ്യം, ഭയം, കോപം എന്നീ വികാരങ്ങൾ ചേർന്നുണ്ടാകുന്ന വികാരമാണ് ഡാഷ്. ഭയം, കോപം എന്നീ വികാരങ്ങൾ ചേർന്നുണ്ടാക്കുന്ന വികാരമാണ് ഡാഷ്. എ ജിജ്ഞാസ, ബി ആനന്ദം, സി ഉത്കണ്ഠ, ഡി അസൂയ. ജിജ്ഞാസ, ആനന്ദം, ഉത്കണ്ഠ, അസൂയ. ഭയവും കോപവും ചേർന്നുണ്ടാകുന്ന വികാരം. ഓക്കെ, ഇത്രയും സമയം മതി. അസൂയയാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അസൂയയാണ്. തനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന വികാരമാണ് അസൂയ. ഭയം, കോപം എന്നീ വികാരങ്ങൾ ചേർന്നാണ് അസൂയ ഉണ്ടാകുന്നത്. ഓക്കെ, താഴെ പറയുന്നതിൽ ശിശുവികാരത്തിൻ്റെ സവിശേഷത അല്ലെങ്കിൽ സവിശേഷതകൾ ഏതൊക്കെ? 1, ശിശുവികാരം കൂടെ ഉണ്ടാകുന്നു. 2 കൂടെ ഉണ്ട്, 1 കൂടെ നമ്മൾ എഴുതിയിട്ടുള്ളൂ, 2 കൂടെ ഉണ്ട്. ഓക്കെ, കൂടെ ഉണ്ടാകുന്നു. ഓപ്ഷൻ ബി എന്താണ്? രണ്ടാമത്തെ അതെന്താണ്? ശിശുവികാരത്തിൻ്റെ ഇടവേളകൾ കുറവായിരിക്കും. 3, ശിശുവികാരങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുന്നില്ല. 4,
ശിശുവികാരങ്ങൾ ഹ്രസ്വായുസാണ്. 9ാമത്തെ ചോദ്യം. ഇത് കണ്ടോ, കെട്ടിനടിഞ്ഞില്ല എന്നെങ്ങാണ്ട് എഴുതി വെച്ചിരുന്നത്. ശിശുവികാരങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുന്നില്ല എന്നാണ്. കെട്ടിനടിഞ്ഞില്ല എന്നുള്ളതല്ല, ശിശുവികാരങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുന്നില്ല. കൂടെ 2 അക്ഷരപ്പശ കിടക്കുന്നു. ഓക്കെ, ഇനി വായിക്കുന്ന ഓപ്ഷൻ വെച്ചൊന്ന് പിടിച്ചേക്കുക. ഒന്ന് പറയുക, എ എല്ലാം ശരിയാണ്, ബി എല്ലാം തെറ്റാണ്, സി 1, 2, 4 ശരിയാണ്, ഡി 1, 2, 3, 4 ശരിയാണ്. ഉത്തരം 2, 1, 2, 4 ശരി എന്നുള്ളതാണ്. അത് അക്ഷരപ്പശ കൊണ്ട്, അതുകൊണ്ട് തന്നെ പോസ് ചെയ്ത് ഉത്തരം എഴുതുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ഓക്കെ, അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. ഹരിതയ്ക്ക് ക്ലാസിൻ്റെ മുന്നിൽ നിന്ന് പാട്ട് പാടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മറ്റുള്ള വ്യക്തികൾ തന്നെക്കുറിച്ച് എന്ത് കരുതും എന്ത് വിലയിരുത്തും എന്ന സങ്കല്പം മൂലം ഈ പ്രവൃത്തി ചെയ്യാൻ മടിക്കുന്നു. ഹരിതയ്ക്കുണ്ടായ വികാരം ഏതാണ്? ഡയറക്റ്റ് ചോദ്യമാണ്. ഒരുപാട് വലിയ കഷ്ടപ്പെടാനൊന്നുമില്ല. ആപ്ലിക്കേഷൻ ലെവലിൽ ആണ് അവർ ഉദ്ദേശിച്ചതെങ്കിലും അത്രയ്ക്ക് ആപ്ലിക്കേഷൻ ലെവലല്ല ഈ ചോദ്യം. ഹരിത എന്നൊരു പേര് എൻ്റെ അടുത്ത് ഇട്ടെന്നേ ഉള്ളൂ. ഏതാണ്? മറ്റൊരു വ്യക്തികൾക്കോ തന്നെക്കുറിച്ച് എന്ത് കരുതും അല്ലെങ്കിൽ എങ്ങനെ വിലയിരുത്തും എന്നൊരു വ്യക്തിക്കുണ്ടാകുന്ന വികാരത്തിൻ്റെ പേരാണ് ഏത്? എ ആകുലത, ബി ഉത്കണ്ഠ, സി സംഭ്രമം, ഡി ഭയം. ഏതാണ്? പെട്ടെന്ന് ഇത്ര സമയം വേണ്ട. അതിന് സംഭ്രമമാണ് കേട്ടോ. സംഭ്രമം. സി സംഭ്രമമാണ് ശരിയായ ഉത്തരം. അടുത്തത് 11ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാം. 11ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശിശുവികാരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിച്ച വ്യക്തിയാര്? എ കാതറിൻ ബ്രിഡ്ജസ്, ബി ഡാനിയൽ ഗോൾഡ്മാൻ, സി ഹെർലോക്ക്, ഡി എറിച്ച് എച്ച് റിലിക്സ്. എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. എന്തായാലും അത് ശരി ഉത്തരമല്ലല്ലോ. 11 ശരിയായ ഉത്തരം പറയൂ. 11 വലിയ രീതിയിൽ നമുക്ക് ആലോചിക്കാനൊന്നുമില്ല. ആരാ? കാതറിൻ ബ്രിഡ്ജസ് ആണല്ലേ. കാതറിൻ ബ്രിഡ്ജസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. എ. അടുത്തത് 12ാമത്തെ ചോദ്യം. ബ്രിഡ്ജസ് ചാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജസ് ചാർട്ട് എന്താണ്? ഡയറക്റ്റ് ചോദ്യമല്ലേ. ഭാഷാ വികാസം, ശാരീരിക വികാസം, വൈകാരിക വികാസം, സാമൂഹിക വികാസം. എന്താണ്? സമയങ്ങളാണോ? പെട്ടെന്ന് പറഞ്ഞോളൂ. മതി, ഇത്ര സമയം മതി. എന്താണ് വൈകാരിക വികാസം? സി വൈകാരിക വികാസമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, 13. താഴെ പറയുന്നവ പരിശോധിക്കുക. എ അഭിപ്രേരണാരാഹിത്യം മൂലം വിളംബിത ചാലവികാസം ഉണ്ടാകുന്നു. അഭിപ്രേരണാരാഹിത്യമായിരിക്കണം കേട്ടോ ഉദ്ദേശിച്ചത്. അഭിപ്രേരണ എന്ന് എഴുതിയിരിക്കുന്നത് അഭിപ്രേരണാരാഹിത്യമാണ് നമ്മുടെ മോട്ടിവേഷൻ. ബി സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ ചലനങ്ങൾ അഭ്യസിക്കുന്നത് വിളംബിത ചാലവികാസത്തിന് കാരണമാകാം. ഓപ്ഷൻ എ എന്താണ്? എ ശരി, ബി തെറ്റ്. ഓപ്ഷൻ ഡി എയും ബിയും ശരി. ഓപ്ഷൻ സി ബി ശരി, എ തെറ്റ്. ഓപ്ഷൻ ഡി എയും ബിയും തെറ്റി. ഓക്കെ, ഇതിനകത്ത് കൃത്യമായിട്ട് നോക്ക്. ശരി ഏതാ തെറ്റേതാന്ന് നോക്കിയേ. 13 എയും ബിയും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ, ഓപ്ഷൻ ബി അല്ലേ ശരി? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. 14. കാതറിൻ ബ്രിഡ്ജസിൻ്റെ അഭിപ്രായ പ്രകാരം ജനിച്ച കുട്ടികൾക്കുണ്ടാകുന്ന വികാരം ഉല്ലാസം, ഭയം, ആനന്ദം, വിക്ഷോഭം. പെട്ടെന്ന് പറഞ്ഞോളൂ. ജനിച്ച കുട്ടികൾക്കുണ്ടാകുന്ന വികാരം ഉല്ലാസം, ഭയം, ആനന്ദം, വിക്ഷോഭം. ഉത്തരം ഏതാണ്? വിക്ഷോഭമാണല്ലേ ഉത്തരം. വിക്ഷോഭമാണ്. വിക്ഷോഭം അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ടല്ലോ ഇതിന്. എന്താണ് വിക്ഷോഭത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? സന്ത്രാസം. വിക്ഷോഭത്തിൻ്റെ മറ്റൊരു പേരാണ് ഏതാണ്? സന്ത്രാസം. ഒന്നുകിൽ വിക്ഷോഭം അല്ലെങ്കിൽ സന്ത്രാസം. വിക്ഷോഭം
അല്ലെങ്കിൽ സന്ത്രാസം. ഉത്തരം ഡി ആണ്. ഓക്കെ, 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. താഴെ പറയുന്നവയിൽ ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം കുട്ടികളുടെ അസൂയ ഈർഷ്യ ഉണ്ടാകുന്നത്. ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം അസൂയ ഈർഷ്യ ഉണ്ടാകും. ബ്രിഡ്ജസ് ചാർട്ടാണ് പ്രകാരം അസൂയ ഈർഷ്യ 12 മാസം, 6 മാസം, 18 മാസം, 24 മാസം. 12 മാസം, 6 മാസം, 18 മാസം, 24 എന്ന് ഈ ബ്രിഡ്ജസ് ചാർട്ട് എന്ന് മുതലാണ് തുടങ്ങുന്നത്. അതായത് ഏകദേശം 0 മുതൽ 24 മാസം വരെ, അതായത് 0 മുതൽ 2 വയസ്സ് വരെയാണ് ബ്രിഡ്ജസ് ചാർട്ട്. അത് നിറഞ്ഞു വെച്ചിരിക്കുക. ഓരോ വികാരങ്ങൾ ഉണ്ടാകുന്ന സാധനങ്ങൾ നോക്കുക. ഇപ്പം 18 മാസം. 18 മാസമാണ് എൻ്റെ ഉത്തരം. ഓക്കെ, 16ാമത്തെ ചോദ്യം. ഭയത്തിൻ്റെ സാങ്കല്പിക രൂപം. ഭയത്തിൻ്റെ സാങ്കല്പിക രൂപം ഇതൊരു PYQ ആണ്. ഏതിൻ്റെ PYQ ആണ്? LP-UPയുടെ PYQ ആണ് ഭയത്തിൻ്റെ സാങ്കല്പിക രൂപം എന്നുള്ളത്. അസൂയ, ആകുലത, ഉത്കണ്ഠം, കോപം. അസൂയ, ആകുലത, ഉത്കണ്ഠം, കോപം. അസൂയ, ആകുലത, ഉത്കണ്ഠം, കോപം. ഭയത്തിൻ്റെ സാങ്കല്പിക രൂപം ഏതാടാ? ഒട്ടും സംശയിക്കേണ്ട കേട്ടോ, ബി ആണ്, ആകുലത. ഭയത്തിൻ്റെ സാങ്കല്പിക രൂപമാണ് ഏത്? ആകുലത. ഭയത്തിൻ്റെ സാങ്കല്പിക രൂപമാണ് ആകുലത. 17ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 17. തന്നെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും അറിയാൻ രാജു ഒരുപാട് പരിശ്രമം നടത്തുന്നു. രാജുവിൻ്റെ വികാരം ഏത്? എ ജിജ്ഞാസ, ബി അസൂയ, സി ഉത്കണ്ഠ, ഡി പഠനം. സമയമെടുക്കണ്ട. തന്നെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും പഠിക്കാനായിട്ടുള്ള ഒരു കുട്ടിക്കുണ്ടാകുന്ന ഒരു ഏതാണ് ആഗ്രഹം? അതിനെ പറയുന്ന പേരെന്താണ്? ജിജ്ഞാസ. എ. ഉത്തരം എ ആണ്. എ ജിജ്ഞാസ. 18. വീണ്ടും കാതറി ബ്രിഡ്ജ്. കാതറി ബ്രിഡ്ജിൻ്റെ അഭിപ്രായ പ്രകാരം 24 മാസം പ്രായമുള്ള ഒരു കുട്ടിക്കുണ്ടാകുന്ന വികാരം ഉല്ലാസം, ആനന്ദം, ഭയം, വാത്സല്യം. ഉല്ലാസം, ആനന്ദം, ഭയം, വാത്സല്യം. കാതറി ബ്രിഡ്ജിൻ്റെ അഭിപ്രായ പ്രകാരം 24 മാസം പ്രായമുണ്ടാകുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന വികാരം ഉല്ലാസം, ആനന്ദം, ഭയം, വാത്സല്യം. ഉത്തരം ഏതാണ്? ആനന്ദം അല്ലെങ്കിൽ ജോയ് എന്ന് പറയും. ആനന്ദം അല്ലെങ്കിൽ ജോയ് ആണ് ഇത് 24 മാസം പ്രായമാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഉണ്ടാക്കിയ ചാർട്ടിൻ്റെ പേരാണ് ബ്രിഡ്ജസ് ചാർട്ട്. ഇതെന്തിനെക്കുറിച്ച് പറയുന്നു? കുട്ടികളുടെ വൈകാരികത്തെ അല്ലെങ്കിൽ വികാരത്തെ കുറിച്ചാണ് പറയുന്നത്. 19ാമത്തെ ചോദ്യം. കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട് ചാർട്ട് തയ്യാറാക്കിയത് ഫ്ലൈവൽ, കാതറിൻ ബ്രിഡ്ജ്, ഡാനിയൽ ഗാർഡ്നർ. ഫ്ലൈവൽ, കാതറിൻ ബ്രിഡ്ജ്, ഡാനിയൽ ഗാർഡ്നർ. വലിയ ആലോചിക്കാനൊന്നുമില്ലല്ലോ. കാതറിൻ ബ്രിഡ്ജ്. ഓക്കെ, 20ാമത്തെ ചോദ്യം. ഏറ്റവും അവസാനത്തെ ചോദ്യം ഇന്നത്തെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മചലനം ആവശ്യമുള്ളത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മചലനം വേണ്ടത്? പേന കൊണ്ട് എഴുതൽ അല്ല കേട്ടോ, എഴുതലാണ്. എഴുതൽ. പേന കൊണ്ട് എഴുതൽ. ബി ക്രയോൺ ഉപയോഗിച്ച് നിറം കൊടുക്കൽ. സി തറയിൽ നിന്ന് സൂചി പറക്കിയെടുക്കൽ. ഡി മിനുസമുള്ള പറയിൽ നിന്നും മഞ്ചാടി എടുക്കൽ. പറയല്ല, തറ. മിനുസമുള്ള തറയിൽ നിന്നും മഞ്ചാടി പറക്കിയെടുക്കൽ. ഈ വോയിസ് ടൈപ്പ് ചെയ്യുമ്പം ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളാണ് കേട്ടോ. 20ാമത്തെ ഉത്തരം ബി ക്രയോൺ ഉപയോഗിച്ച് നിറം കൊടുക്കലാണ്. ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മചലനം വേണ്ടതാണ്? ഏറ്റവും കുറഞ്ഞ അളവിൽ വേണ്ടത് ക്രയോൺ ഉപയോഗിച്ച്. ഈ പറയുന്നത് താരതമ്യം ചെയ്തിട്ടാണ് അത് എഴുതേണ്ടത്. ഇത് എല്ലാം PYQകളാണ്. ചെറിയ ചില അക്ഷരപ്പിശകുകൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വട്ടമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് അത് അടുത്ത വട്ടം മുതൽ ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, താങ്ക് യു.